ഊഞ്ഞാലാടിക്കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാം. ഇത് ബാംഗ്ലൂരാണ്. അപ്പം വിശേഷങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നിരിക്കുവാണ്. ഹെന്നൂർ എം കേരളം. ചോറിനോടൊപ്പം ഒഴിച്ചുകറിയായിട്ട് തരുന്നത് ആദ്യം മീൻ്റെ ചാറാണ്. ആ മീൻ്റെ ചാറ് മതി ആ ചോറ് മുഴുവനും ഉണ്ണാനായിട്ട്. പിന്നെ സാമ്പാർ വരും, മോര് വരും. അപ്പോൾ അടിപൊളി സദ്യയാണ്. പിന്നെ ഇത് ഞങ്ങൾ വാങ്ങിച്ചത് ചിക്കൻ ഫ്രൈ, അതുപോലെ നവര മീൻ ഫ്രൈ, പൈനാപ്പിൾ ജ്യൂസ്, കുറേ ഡെസേർട്ടുകളുണ്ട്. നമുക്കിഷ്ടമുള്ള ഡെസേർട്ടുകൾ വാങ്ങിക്കാം. ചീസ് കേക്ക്, അതുപോലെ ഫ്രഷ് ജ്യൂസ്, കുറേ സാധനങ്ങളുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. ഓക്കെ, നമ്മുടെ സിനിമാ താരങ്ങളുടെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു 3:30 മണിക്കാണ് ഞങ്ങളവിടെ ചെന്നത്. പക്ഷേ അവിടെ 3:30 മണിക്ക് ചെന്നപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോൾ ഒരു 4-4:15 ആയി. അപ്പം ഞങ്ങൾ ശരിക്കും ഊണ് കാത്തിട്ട് ഞങ്ങളങ്ങ് കുഴഞ്ഞു. പക്ഷെ നല്ല ഊണായിരുന്നു. നമ്മൾ കല്യാണ നഗരത്തിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്ന് നമുക്ക് നല്ല യാത്രയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രശ്നമായില്ല, കാരണം നല്ലൊരു ആംബിയൻസ്. അതുപോലെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഊഞ്ഞാലിരുന്ന് ചോറ് കഴിച്ചത്. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അടിപൊളി, ഇവിടുത്തെ ആംബിയൻസൊക്കെ കൊള്ളാം കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ വരുന്നെങ്കിൽ ഇവിടെ ഹെന്നൂരിലുള്ള എം കേരളം, ഇത് മലയാളികളുടെ കടയാണ്. അവിടെ വന്ന് ഉച്ചയൂണോ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഞങ്ങളവിടെ കഴിച്ചിട്ട് വെളിയിൽ വന്ന് ഇങ്ങനെ വിശ്രമിക്കുക. അതൊക്കെ കൊള്ളാം കേട്ടോ. നമ്മൾ അകത്തിരുന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് വെളിയിൽ നമുക്കിരുന്ന് വിശ്രമിക്കുക. അവിടെ ഫാനൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരല്ലേ ഇപ്പം തണുപ്പാണ്, അപ്പോൾ അത് രസമാണ്. അപ്പം ഞങ്ങളവിടെ എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പം മറക്കരുതേ, ഹെന്നൂരിലുള്ള എം കേരളം. ഈ പേര് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ മറന്നു പോകും കേട്ടോ. എം കേരളം, ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടുത്തെ സദ്യയുടെ വില റീസണബിളാണ്, വലിയ വിലയില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല ഫുഡ് കിട്ടും. ഓക്കേ.